നമസ്കാരം. T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങുകയാണ്. ഇന്ത്യ തന്നെയാണ് കിരീട സാധ്യതയിൽ മുന്നിലുള്ളത്. എന്നാൽ വമ്പന്മാർ പതറുകയും കുഞ്ഞൻ ടീമുകൾ എന്ന് പറഞ്ഞ എഴുതി തള്ളപ്പെട്ടവർ ഞെട്ടിക്കുകയും ചെയ്തതോടെ എന്തും സംഭവിക്കാം ഈ ടൂർണമെന്റിൽ. ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളിൽ 4 ജയിച്ചാണ് ഇന്ത്യയുടെ വരവ്. എന്നാൽ ജയിച്ചെങ്കിലും ഒരുപാട് പാളിച്ചകൾ ടീം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. സൂപ്പർ 8 ഇന്ത്യയുടെ എതിരാളികളെല്ലാം തന്നെ കേമന്മാർ തന്നെയാണ്. കിരീട സാധ്യതയിൽ ആരും തന്നെ പ്രവചിക്കാത്ത സിംബാബ്വെ പോലും ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നവരാണ്. ശ്രീലങ്കയ്ക്കെതിരെ പക്വതയോടെ കളിച്ചു ജയിച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവർ വന്നത് വെറുതെ അങ്ങ് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സൂപ്പർ 8 കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും അത്ഭുതങ്ങൾ കാട്ടാൻ ശേഷിയുള്ളവരാണ്. ഇരു ടീമുകളും ഈ ലോകകപ്പിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും തകർപ്പൻ ഫോമിലാണ് കാണപ്പെട്ടത്. ഇന്ത്യയുടെ നിലവിലെ വലിയ വീക്ക്നെസ് ബാറ്റർമാർ തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം. പേസിനെതിരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും സ്പിന്നർമാർക്കെതിരെ നിരാശാജനകമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ 3 വട്ടവും ഡക്കായത് സ്പിൻ ബൗളിങ്ങിലൂടെയാണ് എന്നത് നമ്മൾ കണ്ടതാണ്. USA സഞ്ജയ് കൃഷ്ണമൂർത്തിയും പാകിസ്ഥാന്റെ സൽമാൻ അലി ആഗയും ഏറ്റവും ഒടുവിലായി ആര്യൻ ദത്തും അഭിഷേകിനെ കെണിയിൽ കുടുക്കി. ഇഷാൻ ഉൾപ്പെടെ മറ്റ് ബാറ്റർമാരും അല്പം പിന്നോട്ട് പോകുന്നത് സ്പിന്നർമാർക്കെതിരെയാണെന്നതും വ്യക്തമായിട്ടുണ്ട്. പ്രധാനമായും ഓഫ് സ്പിന്നിനെതിരെ ടീമുകളുടെ ബാറ്റിംഗ് പ്രകടനം നോക്കുമ്പോൾ അതിലേറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ. T20 ലോകകപ്പ് 2026 ഓഫ് സ്പിന്നർമാർക്കെതിരെയ ഇന്ത്യയുടെ ബാറ്റിംഗ് ശരാശരി 15 മാത്രമാണ്. 5 റൺ റേറ്റ് മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഒമാനും നമീബിയയും അടക്കം 20 ശരാശരിയും 7 മുകളിൽ റൺ റേറ്റും അവകാശപ്പെടുമ്പോഴാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഈ മെല്ലെപ്പോക്ക്. ദക്ഷിണാഫ്രിക്കയാണ് നിലവിൽ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികവ് കാട്ടുന്ന ടീം. 80 മുകളിലാണ് ഓഫ് സ്പിന്നർമാർക്കെതിരെ അവരുടെ ശരാശരി. വെസ്റ്റ് ഇൻഡീസിനും ഓഫ് സ്പിന്നർമാർക്കെതിരെ മികച്ച കണക്കാണ് അവകാശപ്പെടാനുള്ളത്. 60 മുകളിലാണ് വെസ്റ്റ് ഇൻഡീസിന്റെ സ്പിന്നർമാർക്കെതിരായ ശരാശരി. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരെ ഓഫ് സ്പിന്നർമാർ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇടം കയ്യന്മാരുടെ സ്പിന്നിനെതിരായ ശരാശരി 13.25 മാത്രം. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ 3 പേർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ എന്നിവർ ഓപ്പണിങ്ങിനും 3-ാമനായി തിലക് വർമ്മയുമാണ് ഇറങ്ങുന്നത്. ഈ 3 പേരും സ്പിന്നർമാർക്കെതിരെ റിസ്ക് എടുക്കുന്നവരല്ല. ഇന്ത്യയുടെ ഈ ടോപ്പ് 3യെ സ്പിന്നർമാരെ ഉപയോഗിച്ച് പ്രയാസപ്പെടുത്താനാകും എതിരാളികൾ പ്രധാനമായും ശ്രദ്ധിക്കുക. നിലവിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഞ്ജുവിനെ കൊണ്ടുവരേണ്ടി വരും. സഞ്ജു സാംസൺ സ്പിന്നർമാർക്കെതിരെ മികച്ച പ്രകടനം അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ്. താരത്തിന്റെ കരിയറിൽ ഇതുവരെ കൂട്ടിച്ചേർത്ത സ്കോറിൽ ഭൂരിഭാഗവും സ്പിന്നർമാർക്കെതിരെ നേടിയതാണ്. സഞ്ജു തന്റെ കൈക്കരുത്തിനെ പരമാവധി ഉപയോഗിക്കുന്നതിനാൽ സമ്മർദ്ദ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച് കുറയും. നിലവിൽ സ്ഥിരത പ്രശ്നമാണെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിന് അവസരം കൊടുത്താൽ ടീമിനത് വല്ലാതെ ഗുണം ചെയ്യും. മികച്ച കണക്കുകളാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിന് പറയാനുള്ളത്. സഞ്ജുവിന്റെ സമീപകാല പ്രകടനമെല്ലാം മോശമാണെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പ്രതീക്ഷ നൽകുന്ന പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് ടീം മാനേജ്മെന്റും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ 8 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയുടെ ടോപ്പ് 3യിൽ ഇടം കയ്യന്മാർ എത്തുന്നത് എതിരാളികൾ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാനും സഞ്ജു സാംസന്റെ വരവോടെ സാധിച്ചേക്കും.